BJP നേതാവ് കെ സുരേന്ദ്രനും അനിൽ ആന്റണിക്കുമെതിരായ മാനനഷ്ട കേസ് തുടരും. കേസ് റദ്ദാക്കണമെന്ന ഇരുവരുടെയും ഹർജികൾ ഹൈക്കോടതി തള്ളി. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ TG നന്ദകുമാർ നൽകിയ മാനനഷ്ട കേസിനെതിരെയാണ് BJP നേതാക്കൾ ഹർജി നൽകിയത്. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ബിനിൽ, ഈ ഹർജിയിൽ പറയുന്നതുപോലെ ഈ മാനനഷ്ടം നിലനിൽക്കും, കേസുമായി മുന്നോട്ട് പോകാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അനിൽ ആന്റണിക്കും സുരേന്ദ്രനുമെതിരെ TG നന്ദകുമാർ ചില വാർത്താ സമ്മേളനങ്ങളിൽ ചില പരാമർശങ്ങൾ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ഇരുവരുടെയും പ്രതികരണം വന്നത്. അതായത് അനിൽ ആന്റണിയുടെയും കെ സുരേന്ദ്രനും TG നന്ദകുമാറിനെതിരെയും ചില അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അങ്ങനെ TG നന്ദകുമാർ നേരെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ഇരു നേതാക്കൾക്കുമെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. അത് ചോദ്യം ചെയ്താണ് അനിൽ ആന്റണിയും കെ സുരേന്ദ്രനും ഹൈക്കോടതിയിലെത്തിയത്. പക്ഷേ ഇവർ എത്തിയ ഘട്ടം എന്നതാണ് കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് നൽകാനുള്ള ഒരു കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് സമൻസ് നൽകിയപ്പോൾ തന്നെ ആ സമൻസ് ചോദ്യം ചെയ്ത് ഇവർ കോടതിയിലേക്ക് എത്തുകയും മജിസ്ട്രേറ്റ് കോടതി നടപടികൾ തടയുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇവരുടെ ഹർജി തള്ളി അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി വിചാരണ വേളയിൽ തങ്ങളുടെ ഭാഗങ്ങൾ അവതരിപ്പിക്കൂ എന്നതാണ് കെ സുരേന്ദ്രനോടും അനിൽ ആന്റണിയോടും ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി.